ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് റൗണ്ടിങ് ഓഫ് എന്ന ടോപ്പിക്കാണ്. നമുക്കൊരു നമ്പർ ഉണ്ട് 2.347 ആണെന്ന് ഇരിക്കട്ടെ. ഇതിൽ നമ്മൾ ചെയ്യുന്നത് റൗണ്ടിങ് ഓഫ് ടു 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ്. അതിനർത്ഥം നമ്മുടെ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സേ ഉണ്ടാകാവുള്ളൂ. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് 1, 2 അങ്ങനെ കൗണ്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ റൗണ്ടിങ് ഓഫ് ടു 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് 1, 2 അത്രയും കൗണ്ട് ചെയ്തത്. അതല്ല റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണെങ്കിലോ 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്യണം. 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണെങ്കിൽ 1, 2, 3, 4. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത നമ്പർ എടുക്കുക. ഈ നമ്പർ ഏതാണ് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് റൗണ്ടിങ് ഓഫ് വരുന്നത്. ഈ നമ്പർ ലെസ് ദാൻ 5 അതായത് 5നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ഈ ഭാഗം അങ്ങനെ തന്നെ കളയും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 2.3. അപ്പോൾ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്? 1, 2. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2.38. ഇത് റൗണ്ടിങ് ഓഫ് ടു 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 1, 2. ഇതിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് നോക്കേണ്ടത്. ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ 5 ആണല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് തൊട്ട് മുമ്പുള്ള നമ്പറിൽ ഒരു +1 കൂടി ചെയ്യുക. അപ്പോൾ ഇതെന്തായി? 2.4. ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്? 1, 2. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3.78. ഇതിൻ്റെ ക്വസ്റ്റ്യൻ റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യണം? 1, 2, 3. ഇതിൻ്റെ തൊട്ടടുത്ത ഈ 9 വേണം നമ്മളിനി നോക്കാൻ. 9 ഗ്രേറ്റർ ദാൻ 5 ആണല്ലോ. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള നമ്പർ അതായത് 8 + 1 ചെയ്യുക. അപ്പോൾ 3.7 8 + 1 എന്ന് പറഞ്ഞാൽ 9. ഇപ്പോൾ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്? 1, 2, 3. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അപ്പോൾ 1, 2, 3 3 കഴിഞ്ഞു. ഇനി അതിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. ഈ നമ്പർ ലെസ് ദാൻ 5 ആണല്ലേ. ലെസ് ദാൻ 5 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ പോർഷനും കളഞ്ഞേക്കുക. അപ്പോൾ 2.78. ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്? 1, 2, 3. എന്നാൽ ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൗണ്ടിങ് ഓഫ് ടു 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ് ഈ ക്വസ്റ്റ്യൻ. 3.75. അപ്പോൾ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണെങ്കിൽ 1, 2. അതിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഈക്വൽ ടു 5 ആണെങ്കിൽ ഉള്ള റൂൾ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനൊരു +1 ആഡ് ചെയ്യുക. അപ്പോൾ എന്തായി? 3.8. എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്? 2 എണ്ണം. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3.65. 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1, 2, 5 ആണല്ലേ. അപ്പോൾ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ഈവൻ ആണെങ്കിലോ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഇതങ്ങ് ഒഴിവാക്കി കളഞ്ഞ് 3.6 എന്ന് എഴുതിയാൽ മതി. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 4.85. 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ 1, 2. മൂന്നാമത്തെ നമ്പർ 5 ആണ്. ഈക്വൽ ടു 5 അല്ലേ. അപ്പോൾ തൊട്ട് മുമ്പുള്ളത് ഈവൻ നമ്പറാണ്. അപ്പോൾ ഇതങ്ങ് കളഞ്ഞാൽ മതി. 4.8 ആണ് ആൻസർ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 5.75. 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1, 2. അടുത്തത് ഏതാണ്? ഈക്വൽ ടു 5 ആണ്. അതിന് തൊട്ട് മുമ്പുള്ളത് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ +1 അതായത് 5.8.